ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ഗോത്ര സമൂഹത്തിന്റെ ഉന്നമനത്തിനും പെരുമയ്ക്കും ആദരവിനുമായുള്ള പ്രത്യേക പ്രതിബദ്ധതയോടെയാണ് കഴിഞ്ഞ 10 വർഷവും സർക്കാർ പ്രവർത്തിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ഛാബുവയിൽ ഗോത്ര മഹാകുംഭമേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്ര സമൂഹം നമുക്ക് വോട്ട് ബാങ്കല്ല, അവർ രാജ്യത്തിന്റെ അഭിമാനവും ശോഭനമായ ഭാവിയുടെ ഉറപ്പുമാണെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഗോത്രവർഗ്ഗക്കാർ കൂടുതലായി വസിക്കുന്ന മധ്യപ്രദേശിലെ ഛാബുവ ജില്ലയിൽ 7300 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. ഗോത്രവർഗ്ഗക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന നിരവധി സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്തു. വിവിധ റെയിൽ പദ്ധതികൾക്കും തുടക്കം കുറിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ 3275 കോടിയിലധികം രൂപയുടെ റോഡ് വികസന പദ്ധതികളും രാജ്യത്തിന് സമർപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ റോസ്ഗർ മേളയുടെ 12ാം ഘട്ടം നാളെ. 1 ലക്ഷം പേർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന പത്രങ്ങൾ കൈമാറും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി വെർച്വലായി സംവദിക്കും. തിരുവനന്തപുരത്ത് പള്ളിപ്പുറം CRPF ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിയമന ഉത്തരവുകൾ കൈമാറും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നാളെ നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടും. BJP, JDU, ഹിന്ദുസ്ഥാനി അവാം മോർച്ച എന്നിവയടങ്ങുന്ന NDA സഖ്യത്തിന് 128 MLAമാരുടെ പിന്തുണയും RJD കോൺഗ്രസ് മഹാസഖ്യത്തിന് 114 MLAമാരുടെ പിന്തുണയും ഉണ്ട്. 243 അംഗ ബീഹാർ നിയമസഭയിൽ ഭൂരിപക്ഷം നേടാൻ 122 വോട്ടുകൾ വേണം. കേന്ദ്ര സായുധ പോലീസ് സേനയിൽ കോൺസ്റ്റബിൾ നിയമനത്തിനുള്ള പരീക്ഷകൾ ഇനി മലയാളം ഉൾപ്പെടെ 13 പ്രാദേശിക ഭാഷകളിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമായിരുന്നു നേരത്തെ പരീക്ഷ. ഈ മാസം 20 മുതൽ മാർച്ച് 7 വരെ രാജ്യത്തെ 128 നഗരങ്ങളിലായി പരീക്ഷ നടക്കും. 48 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷയ്ക്കായി അപേക്ഷിച്ചത്. വയനാട്ടിലെ കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ സെൽ രൂപീകരിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. വയനാട് കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ചേർന്ന വനംവകുപ്പ് ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 3 വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി വയനാട്ടിൽ സ്പെഷ്യൽ സെൽ രൂപീകരിക്കും. സംസ്ഥാനാന്തര ഏകോപന സമിതിക്കും രൂപം നൽകും. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പടർത്തുകയും ഒരാളുടെ മരണത്തിനിടയാക്കുകയും ചെയ്ത ആനയെ മയക്കുവെടി വെക്കാനുള്ള വനംവകുപ്പിന്റെ ശ്രമം നാളെ പുനരാരംഭിക്കും. ആനയെ വെടിവെക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ദൌത്യസംഘത്തെ ഉപരോധിച്ചു. മാനന്തവാടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം വൈകിട്ട് സംസ്കരിച്ചു. നിരന്തരമായ വന്യമൃഗ ശല്യത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വയനാട്ടിൽ ഹർത്താൽ ആചരിക്കും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ 2ാം ഘട്ട പര്യടനം തുടരുന്നു. നാളെ ചേങ്കോട്ടുകോണം, കരിമം എന്നിവിടങ്ങളിൽ പര്യടനം നടക്കും. രാജ്യം സാമ്പത്തിക ശക്തിയാകുന്നത് എല്ലാവരുടെയും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. നെഹ്റു യുവ കേന്ദ്രയുടെയും ഗ്ലോബൽ ഗീവേഴ്സ് ഫൌണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങലിൽ സംഘടിപ്പിച്ച തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3000ത്തോളം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേളയിൽ 50ഓളം സ്ഥാപനങ്ങൾ പങ്കെടുത്തു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് സ്വാതി പോർട്ടലിന് തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ ശാസ്ത്ര അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കുമാർ പോർട്ടൽ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തുടനീളം ശാസ്ത്ര, സാങ്കേതിക, എഞ്ചിനീയറിംഗ്, ഗണിത, വൈദ്യശാസ്ത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കായി ഏകീകൃത ഓൺലൈൻ ഡേറ്റാബേസ് സൃഷ്ടിക്കുകയാണ് സ്വാതി പോർട്ടൽ ലക്ഷ്യമിടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഗമങ്ങളിലൊന്നായ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 129ാമത് മാരമൺ കൺവെൻഷൻ പമ്പ മണപ്പുറത്ത് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ വീണ ജോർജ്, സജി ചെറിയാൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 18 വരെയാണ് കൺവെൻഷൻ. 8 നാളായി പമ്പ മണപ്പുറത്ത് നടന്നുവരുന്ന 122ാമത് ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് സമാപിച്ചു. സമാപന സമ്മേളനം പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ സജി ചെറിയാൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി എന്നിവരും പങ്കെടുത്തു. KPCC പ്രസിഡന്റ് K സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നി കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു. വടകര കോട്ടപ്പറമ്പിൽ നടന്ന സ്വീകരണം K മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. കർഷക പ്രക്ഷോഭത്തിന് മുന്നോടിയായി ഉത്തർപ്രദേശിന് സമീപമുള്ള അതിർത്തി മേഖലകളിൽ ഡൽഹി പോലീസ് മാർച്ച് 11 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ക്രമസമാധാന പാലനത്തിനും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനുമാണ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.